ഇന്നത്തെ പ്രധാന വാർത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് പെരുപ്പിച്ച് കാണിച്ചാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊന്നും ആവശ്യമില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിൻപുറത്ത് സ്ഥിരമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. റൂമിൽ തട്ടി വിളിക്കുന്നു, അതുപോലെ അവിടെ ചിലവർക്ക് വഴങ്ങിക്കൊടുത്താൽ മാത്രമേ അഭിനയം ഇത് കിട്ടത്തുള്ളൂ, അങ്ങനെ വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ തന്നെ അവരുടെ റൂള് പോവും എന്നൊക്കെ കൊല്ലങ്ങളായിട്ട് നാട്ടിൻപുറത്ത് പറയുന്ന, നാട്ടിൻപുറത്തെ ചായക്കടകളിലും സാധാരണ കടകളിലും നേരം പോക്കായിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിട്ട് വലിയ സംഭവമാണെന്ന് ഇതിലെ കുളത്തിൽ നിന്ന് ഭൂതത്തെ തുറന്നു വിട്ട പോലെ ഈ മാധ്യമങ്ങളെടുത്ത് ആഘോഷിക്കുന്നത്. എനിക്കത് കേട്ടിട്ട് അത്ഭുതമൊന്നും തോന്നിയില്ല. സത്യം പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത് പുറത്തു വന്നാലും പുറത്തു വന്നില്ലെങ്കിലും മലയാള സിനിമയിൽ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, സിനിമയിൽ തന്നെ അല്ല ഏത് മേഖലയിലും എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കും. ഇപ്പം പത്രക്കാരെടുത്ത് ഓരോ സംസാരിക്കുന്നുണ്ടല്ലോ ഈ മാധ്യമ മേഖലയിൽ നടക്കുന്ന അഴിമതിയെപ്പറ്റിയും അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റിയും അന്വേഷിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. അതുപോലെ രാഷ്ട്രീയത്തിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ ഒരു കമ്മിറ്റി വെച്ചാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും പുറത്തു വരുന്നത്. ഇതിന് വലിയ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. അപ്പം സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും സ്ത്രീകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും അനുഭവിക്കുന്നുണ്ട്. ചിലർക്കൊക്കെ ചില കാര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വരും. വഴങ്ങിക്കൊടുത്താൽ മാത്രമേ അവസരങ്ങൾ കിട്ടത്തുള്ളൂ. സിനിമയിൽ നിന്ന് മാത്രമല്ല ഏത് മേഖലയിലും. ഇപ്പം പല രീതിയിൽ മാധ്യമങ്ങളൊക്കെ പല വാർത്തകളും വരുന്നുണ്ട്. ഡ്രസ്സ് മാറാനുള്ള സൗകര്യമില്ല, ബാത്റൂമിൽ പോകാനുള്ള സൗകര്യമില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. സത്യം പറഞ്ഞ് ഞാൻ വേറൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പം നമ്മൾ സാധാരണ ഇതൊന്നും നോക്കണ്ട, ഇത് കാശിൻ്റെ കളിയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. കാശിൻ്റെ കളി എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം മേടിച്ചുകൊണ്ട് തന്നെ ഇവരൊക്കെ അഭിനയിക്കുന്നത് ഈ അവസരത്തിന് വേണ്ടി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് വരും. അത് അവസരത്തിന് വേണ്ടി അവർ ചെയ്യുന്നു. ഇത് നമുക്ക് ഏത് കാര്യം എനിക്ക് തോന്നുന്ന ഒരു ജോലി വേണ്ടാന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടായത്. ഇപ്പൊ ഇന്ന കാര്യത്തിന് വിളിച്ചു, എനിക്ക് പറ്റില്ല, എന്നെ നിങ്ങൾ അഭിനയിപ്പിക്കണ്ട, എനിക്ക് റോൾ വേണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ ഉള്ളൊരു നാടാണ് ഈ കേരളമായാലും ഇന്ത്യ ആയാലും എവിടെയും ലോകത്തെവിടെയും ഈ സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇങ്ങനെ തിക്താനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ അത് കമ്മിറ്റിയല്ല പുറത്തു കൊണ്ടുവരേണ്ടത്. ആ ആള് തന്നെ വന്ന് പറയുക, ഇന്ന ആളിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മൾ കൂടെ നിൽക്കും. അല്ലാതെ ഇല്ല കാടടിച്ച് വെടിവെക്കുന്നത് ഇന്ന ആളിങ്ങനെ പറഞ്ഞു എന്നൊന്നും യാതൊരു ഇതില്ല. ചില കാര്യങ്ങളൊന്നും പുറത്ത് വിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പല വീഡിയോ ക്ലിപ്പുകളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇതൊന്നും പുറത്തു വന്നിട്ടില്ല, ഇത് പുറത്തു വിടാൻ പറ്റില്ല എന്ന് പറയുന്നു. ചിലരുടെ സ്വകാര്യതയാണ്. ചില മൊഴി കൊടുത്താണ് രഞ്ജിനി, നമ്മുടെ ചിത്ര സിനിമയിൽ അഭിനയിച്ച രഞ്ജിനി പറഞ്ഞ് ഞാൻ എന്താ പറഞ്ഞേക്കുന്നതെന്ന് നേരത്തെ എനിക്ക് അറിയണം, ഈ റിപ്പോർട്ടിൽ എന്താ പറഞ്ഞേക്കുന്നത് എന്നുള്ളത് എനിക്കറിയണം, അത് പുറത്ത് വിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഹർജിയൊക്കെ കൊടുത്തു. അത് ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. അപ്പം ഇത് നേരത്തെ തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ എന്ത് സംഭവിക്കും? ഇവിടെ കാശുള്ള സിനിമ എടുക്കുന്നു, അവരുടെ ഇഷ്ടത്തിന് സിനിമ എടുക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു മേഖലയാണ്, ഒരു ബിസിനസ്സാണ്. ഇപ്പം അതിനെപ്പറ്റി ടി വി ചാനലുകളൊക്കെ പറയുമ്പോഴേ സത്യം പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് പണ്ട് ഞങ്ങളുടെ നാട്ടിലും പറഞ്ഞിട്ടുള്ളത്. സാധാരണ കൊച്ചു കുട്ടികൾ പറയും സിനിമ എന്താണെന്ന്, നാട്ടിൽ പറയുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പം ഇവരൊക്കെ ഇപ്പം ഈ ആദ്യം അറിഞ്ഞതുപോലെ ഈ മാധ്യമങ്ങളെടുത്ത് ആഘോഷിക്കുന്നത്. നമുക്ക് ഒരു ചാനലിൽ വന്ന വാർത്ത സംഭവമല്ല, പല രൂപത്തിൽ ആക്രമിക്കപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പരാതിപ്പെടാൻ ഭയമാണ്. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പ്രവർത്തിക്കേണ്ടി വരുന്ന അവസ്ഥ. ഷൂട്ടിംഗ് സെറ്റുകൾ ഈ മുറികൾക്ക് പുറത്താണെങ്കിൽ പലപ്പോഴും കാട് മൂടിയ സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടി വരുമ്പോൾ ബാത്റൂം സൗകര്യമില്ല. കാടിൻ്റെ പൊന്തയിൽ മൂത്രമൊഴിക്കാൻ പോകേണ്ടി വരുന്ന അവസ്ഥ സ്ത്രീകൾക്കുണ്ടാകുന്നു. പുരുഷന്മാർക്കും താരങ്ങൾക്കും അങ്ങനെയല്ല. അപ്പോൾ ഇത്രമാത്രം അരക്ഷിതമായ രീതിയിൽ വസ്ത്രം മാറ്റാനുള്ള സൗകര്യമില്ലാത്ത സാഹചര്യം,
തുണി മറച്ചിട്ട് മറയുണ്ടാക്കി അപ്പുറത്തുനിന്ന് മാറേണ്ട സാഹചര്യം. ഇതൊക്കെയാണ് സിനിമാ മേഖലയിൽ നടക്കുന്നത്. ശുചിമുറി സൗകര്യമില്ല എന്നുള്ളത് പരസ്യമായി നേരത്തെ തന്നെ പല താരങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുമ്പോൾ ചിലരുണ്ട് മാന്യമായി പെരുമാറുന്ന ചിലരുണ്ട്, അവരാണ് നൽകുന്ന പ്രതീക്ഷ. WCCയെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെ ഹേമ കമ്മിറ്റി പറയുന്നു. WCCയുടെ ഭാഗമായതുകൊണ്ട് മാത്രം സിനിമയിൽ അഭിനയിക്കാൻ പറ്റാതിരുന്ന ഒരുപാട് പേരുണ്ട്. അമ്മ എന്ന സംഘടന ഒരു സ്ത്രീവിരുദ്ധമായ സംഘടനയാണ് എന്നത് ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിക്കുകയാണ്. എങ്ങനെ പുരുഷന് വഴങ്ങിക്കൊടുക്കാൻ ഈ സംഘടന ആവശ്യപ്പെടുന്നു എന്നടക്കമുള്ള മൊഴിയുണ്ട്. ഗൗരവത്തിലുള്ള ചില കാര്യങ്ങൾ അതും ചൂണ്ടിക്കാണിക്കുന്നു. വിനീത വേണു കൂടുതൽ വിവരങ്ങളുമായി. വിനീത, ഏത് ഭാഗമാണ് വിനീത ഇപ്പോൾ വായിക്കുന്നത്? ഒരു കാര്യം കൂടി, പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് പറയുന്നൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം നോക്കും. മെനി വുമൻ ഹാവ് സ്റ്റേറ്റഡ് ദാറ്റ് നോക്കിംഗ് വിൽ നോട്ട് ബി പൊളൈറ്റ് ഓർ ഡീസെന്റ്. അതായത് നോക്കിംഗ് ഓൺ ദി ഡോർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, വാതിലിൽ മുട്ടുക എന്നുള്ളത്. വാതിലിൽ മുട്ടുക എന്ന് പറയുന്നത് ചെറിയൊരു രീതിയിലല്ല മുട്ടുന്നതെന്നാണ് പലരും പറഞ്ഞിരിക്കുന്നത്. ദേ റിപ്പീറ്റഡ്ലി ബാങ് അറ്റ് ദ ഡോർ ബൈ ഫോഴ്സ്. ഓൺ മെനി ഒക്കേഷൻസ് ദേ ഫെൽറ്റ് ദാറ്റ് ദി ഡോർ വുഡ് കൊളാപ്സ്. അതായത് ചെറുതായിട്ട് വന്ന് മുട്ടി വിളിക്കുകയല്ല, വളരെ ശക്തമായി തട്ടുന്നു. അങ്ങനെ ഒരു പക്ഷേ ഭീതിയിലാകുന്നു. ഈ കഥക് തകർത്ത് ഈ ആളുകൾ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ എനിക്ക് വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നിയില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും ഞാൻ ഈ മിക്കവാറും എല്ലാവരും ഇതുപോലെ സ്ത്രീകൾക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യമില്ല, അതുപോലെ തന്നെ പറയുന്നു ഇതുപോലെ അവർക്ക് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യമില്ല എന്നൊക്കെ പറയും. നിസ്സാര ഒരു കാര്യം ഞാൻ പറയട്ടെ, എത്രയോ തുണിക്കടകളല്ല ഈ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ താഴേക്കിടയിൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരെല്ലാം മിക്കവാറും ഇപ്പം പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് തോന്നുന്നു. അവരനുഭവിക്കുന്ന ത്യാഗത്തിൻ്റെ പകുതി പോലും ഒരു മേഖലയിലും അനുഭവിക്കുന്നില്ലെന്ന് ഞാൻ തോന്നിയിട്ടുണ്ട്. സാധാരണ ഒരു കടയിൽ അവിടെ ഈ ബാത്റൂം സൗകര്യമൊന്നുമില്ല. രാവിലെ 8 മണിക്ക് പോയാൽ വൈകുന്നേരം 8 മണി 9 മണി വരെ ഒരേ നിപ്പാണ് ഇതുങ്ങൾ ഇരിക്കുന്നത്. ശമ്പളം എന്ന് പറഞ്ഞാൽ 6000-7000 രൂപയിൽ കൂടുതൽ ശമ്പളവും ഇല്ല. അപ്പോൾ ഇവർക്കൊന്ന് ബാത്റൂമിൽ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഒരു വലിയൊരു 5-10, 10-20 കടകളുടെ ഏതെവിടെങ്കിലും ഒരു ബാത്റൂം കാണും. അവിടെ പുരുഷന്മാർ കാണും, സ്ത്രീകളുമാണ്. സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യമുള്ള ബാത്റൂമൊന്നും ഇല്ല. എന്നിട്ടും അവർ ജോലിക്ക് പോകുന്നു എന്ന് പറയുന്നത് വീട്ടിലെ ഈ പട്ടിണി മാറ്റാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പം താഴേക്കിടയിൽ നിൽക്കുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അത് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളായത്. എനിക്കിത് കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ല. കാരണം ഈ നമ്മൾ സാധാരണ കേസിൽ കാണുന്ന സാധാരണ സ്ത്രീകൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട്. അതൊന്നും അഡ്രസ്സ് ചെയ്യാതെ ഈ ഉന്നതങ്ങളിൽ എന്തോന്നുള്ള ഈ സിനിമാ മേഖലയിൽ മാത്രം പ്രവർത്തിക്കുന്നവരെ പറ്റി ഒരു കമ്മിറ്റി ഉണ്ടാക്കുക, അത് റിപ്പോർട്ട് തയ്യാറാക്കുക. ആ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് അത് എന്തൊക്കെയോ സംഭവങ്ങളാണെന്ന് കൊട്ടിഘോഷിക്കുക ഒക്കെ ചെയ്യുന്നു അല്ലേ. നിസ്സാര കാര്യമുണ്ട്. നമ്മൾ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡുകളിലൊക്കെ ഇപ്പോൾ ഒരു യാത്ര പോയി എന്നിരിക്കട്ടെ, യാത്ര പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷം വന്നതിന് നമുക്ക് ബാത്റൂമിൽ പോകാൻ പറ്റത്തുള്ളൂ. അത് പുരുഷനായാലും സ്ത്രീകളായാലും. ഈ ബസ് സ്റ്റാൻഡുകളിലെ ബാത്റൂമിൽ പോകേണ്ടി വരുന്ന അവസ്ഥ വളരെയധികം എന്താ പറയുന്നത്, ഭീകരാവസ്ഥ സൃഷ്ടിക്കുന്ന ബാത്റൂമുകളാണ് അവിടെ. അതേ അവസ്ഥയാണ് ഇപ്പോൾ ഓരോന്നും പിന്തുടരുന്നത് എന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട പല വിഷയങ്ങളുണ്ട്. ഇപ്പം ഞാൻ തന്നെ പുരുഷനായ ഞാൻ തന്നെ എവിടെങ്കിലും യാത്ര പോയി കഴിഞ്ഞാൽ ബാത്റൂമിൽ കയറാൻ പറ്റത്തില്ല. അതേ അവസ്ഥയാണ്. അല്ലെങ്കിൽ ഭയങ്കര മൂക്കിലൊക്കെ എന്തെന്ന് വെച്ചാണ്. അപ്പം സ്ത്രീകളുടെ കാര്യം പറയാനും വയ്യ. ആ അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പം നമുക്ക് നിരന്തരമായി ഒത്തിരി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ട്. അതൊന്നും ഇത് സിനിമാ മേഖലയിൽ മാത്രം ഇത് ഞാൻ പറഞ്ഞില്ലേ, സിനിമാ മേഖലയിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. സിനിമയിൽ എല്ലാവർക്കും കഴിവുള്ളവനെല്ലാം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാനൊന്നും പറ്റത്തില്ല എന്ന് നേരത്തെ തന്നെ ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. നാട്ടിൻപുറത്തൊക്കെ സർവ്വസാധാരണമായ പാട്ടാണ്. അതുപോലെ ചില വിട്ടുവീഴ്ചകൾ തയ്യാറായില്ലെങ്കിൽ അവിടെ റോള് കിട്ടത്തില്ല എന്നും അറിയാം. അപ്പം അങ്ങനെയുള്ളവർ ചെയ്യണ്ടേ എന്ന് പറയുന്ന ഏതെങ്കിലും പീഡനത്തിന് തയ്യാറാക്കി, ഞാൻ പറഞ്ഞില്ല ഏത് മേഖലയിലും ഉണ്ട്. അത് ഉണ്ടാകുന്നത് നമ്മൾ അനങ്ങാതെ മിണ്ടാതിരിക്കുമ്പോഴാണ്. സ്ത്രീകൾക്ക് ഏതെങ്കിലും പ്രശ്നം നേരിടുവാണെങ്കിൽ അവർ തന്നെയാണ് മുൻകൈ എടുത്ത് അത് പൊതുജനങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുവരുന്നത്. ഇത് ഊഴം പേരുമില്ല, കുറച്ച് പേര് മൊഴി കൊടുത്തു, ഇതെങ്ങനെയൊക്കെ നടക്കുന്നു, അതുപോലെ മുറിയെ തട്ടുന്നുണ്ട്, മറ്റേത് തട്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ ഇതിനെന്ത് നടപടി എടുക്കാൻ പറ്റും? ഞാനിതാ പറഞ്ഞത്, സിനിമാ മേഖല തന്നെയല്ല
എല്ലാ മേഖലയിലും ഇതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ. അത് ഓരോന്നോരോന്ന് അഡ്രസ് ചെയ്ത് കഴിയുമ്പം എനിക്ക് തോന്നുന്നു ഷൈൻ ടോം ചാക്കോ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കതും കൂടെ ഒന്ന് കേൾക്കാം. സ്ത്രീകള് ഇതിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾ തന്നെയായിരിക്കും. അവർക്ക് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് യാതൊരു പ്രശ്നം ആരും സ്ത്രീകൾക്ക് വിവേചനമുണ്ട് ഇതിനകത്ത്. അവർ അതിക്രമം സ്ത്രീകൾക്ക് മാത്രമല്ല, വ്യക്തികൾക്ക്, പല വ്യക്തികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിവേചനമുണ്ട്. പുരുഷ സ്ത്രീ വ്യത്യാസത്തിലല്ല ഈ വിവേചനം, മാർക്കറ്റ് പരമായിട്ടാണ്. ഒരു വ്യക്തിക്ക് മാർക്കറ്റ് ഉണ്ട് അല്ലെങ്കിൽ ബിസിനസ് ഉണ്ട്, അവനെ എല്ലാവരും തൽപരരാണ് അല്ലേ. ഒരു വ്യക്തിക്ക് മാർക്കറ്റോ ബിസിനസ്സോ ഇല്ലെങ്കിൽ അവൻ്റെ പിന്നാലെ നടക്കേണ്ട കാര്യമില്ല. എന്താ, ഇതൊരു ബിസിനസ് മേഖലയും കൂടിയല്ലേ അല്ലേ. ജി എസ് ടി അടയ്ക്കുന്നവരാണ് നമ്മൾ. ഏത് രീതിയിലുള്ള വിവേചനമാണ്? അവസരങ്ങളുടെ വിവേചനം, അതുപോലെ ട്രീറ്റ് ചെയ്യപ്പെടുന്ന വിവേചനം, അതുപോലെ തന്നെ അതിക്രമം നേരിടുന്നത് സ്ത്രീകൾക്ക് നേരെ ഈ സിനിമാ മേഖലയിൽ മാത്രമാണോ? എന്നാൽ സിനിമാ മേഖലയിൽ അത്രയ്ക്ക് അങ്ങോട്ട് നേരിടാത്തത് ശരിക്കും. ആക്ച്വലി എന്തെങ്കിലും നിങ്ങൾ നേരിട്ടാൽ നിങ്ങൾ അറിയുന്നുണ്ടല്ലോ. നിങ്ങളുടെ മാധ്യമ മേഖല അല്ലേ മാധ്യമ മേഖല, അതായത് പത്രവാർത്താ മീഡിയകൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മേഖല, പിന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട മേഖല, സ്കൂളുമായി ബന്ധപ്പെട്ട, ബാങ്കുമായി ബന്ധപ്പെട്ട മേഖല, എല്ലാ മേഖലകളിലും ഇത് നേരിടുന്നില്ലേ സ്ത്രീകൾ? ഉണ്ടോ? നിങ്ങൾ ഇന്ന് ജനിച്ച കുട്ടികളെ പോലെ നിൽക്കരുത് എൻ്റെ മുന്നിൽ, ഒന്നും അറിയാത്ത പോലെ. മനസ്സിലായ? എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ കൂടി പറയാൻ. നടപടി എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീ ഒരു അങ്ങനെ അതിക്രമങ്ങൾക്ക് നേരിടുമ്പോൾ ആ സ്ത്രീ തന്നെയാണ് ആദ്യം പോരാടേണ്ടത് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടത് അല്ലേ. അങ്ങനെ പോരാടുന്നതുകൊണ്ട് ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യലുള്ളൂ. ഇപ്പോൾ സിനിമ മേഖലയിലുള്ളവർ ആരെങ്കിലും ഞങ്ങളുടെ ഇടയിൽ നേരിട്ടതുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാതെ ഇരിക്കും അവർക്ക്, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം കേട്ടല്ലോ, ഷൈൻ ടോം ചാക്കോ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൊക്കെ പലപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് പലരും അദ്ദേഹത്തെ കളിയാക്കും, വെള്ളമടിച്ചിട്ടാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടാണ്. അദ്ദേഹത്തിൻ്റെ കുഴകുഴാന്നുള്ള സംസാരമാണ്. അപ്പം എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷെ കാര്യം പറഞ്ഞേക്കുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ മേഖലയിലും ഉണ്ട് ഇതൊക്കെ തന്നെ. അത് കൃത്യമായി അഡ്രസ് ചെയ്യണം. പിന്നെ ഈ സിനിമാ മേഖല എന്ന് പറയുന്ന ഒരു ഗ്ലാമറിൻ്റെ ലോകമാണ്. അവിടെ പറ്റി ചെറിയ നടന്മാരാണെങ്കിലും വലിയ, ഇപ്പം പ്രമുഖ നടന്മാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് TV ചാനലിൽ കൊടുക്കുന്നത്. അപ്പം നമ്മൾ പ്രമുഖ നടന്മാരാണ്, പല നടന്മാരെയും സൂപ്പർ സ്റ്റാർ ഉൾപ്പെടെയുള്ള പല നടന്മാരുടെയും മുഖം നമുക്ക് മുന്നിൽ വരും. അതാണ് ഇതിനകത്ത് പ്രശ്നം. എല്ലാവരും സംശയത്തിൻ്റെ നിലയിൽ നിർത്താൻ ഇവർക്ക് പറ്റും. അപ്പോൾ അല്ലെങ്കിൽ പ്രമുഖ നടന്മാരുടെ പേര് പറഞ്ഞാൽ ഇത് വാർത്താ ചാനലിന് റേറ്റിംഗ് കൂടും അല്ലേ. അപ്പോൾ അതൊക്കെ തന്നെ ഇങ്ങനെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി എനിക്ക് തോന്നുന്നു ഒരാഴ്ചത്തേക്ക് ഇത് തന്നെ ആയിരിക്കും. റിപ്പോർട്ടിൻ്റെ പല ഭാഗങ്ങളായിട്ട് എടുത്ത് ഇങ്ങനെ ചർച്ച ചെയ്യും, അന്തിച്ചർച്ചകൾ നടത്തും. ഇങ്ങനെയുള്ളതാണ്, അങ്ങ് ഈ ഇന്ന സെറ്റിൽ ഇങ്ങനെ നടന്നു എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ പത്രക്കാർ, മാധ്യമ സ്ഥാപനങ്ങളിൽ നടക്കുന്ന അഴിമതിക്കും അനീതിക്കുമെതിരെ, അതുപോലെ സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ അവരവിടെ ശബ്ദം ഉയർത്തണം. സിനിമാ മേഖലയിൽ നടക്കുന്ന അനീതിക്കെതിരെ ശബ്ദം ഉയർത്തണം. അതുപോലെ ഓരോ മേഖലയിലും അവരവിടെ നടക്കുന്ന കാര്യങ്ങൾക്കെതിരെ ഈ ശബ്ദം ഉയർത്തിയാൽ മാത്രമേ ഇതിനൊരു വ്യത്യാസം ഉണ്ടാകുന്നത്. ഈ സ്ത്രീ പുരുഷൻ എന്നൊന്നും വ്യത്യാസം ഇല്ല, എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഈ പുരുഷന്മാർക്കായാലും, പുരുഷനാണെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ സിനിമയിലൊന്നും അഭിനയിക്കാൻ പറ്റത്തില്ല. അഭിനയിക്കാൻ പറ്റുമോ? കഴിവൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അവിടെ അതിന് ശക്തമായ പിടിപാട് വേണം. ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, സിനിമയിലെ നായകന്മാരുടെ മക്കളെല്ലാം സിനിമയ്ക്ക് അഭിനയിക്കാൻ പെട്ടെന്നാകാം, കഴിവുണ്ടായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു പടത്തിന് അഭിനയിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനെയുള്ള, ഇപ്പം സാധാരണക്കടയിൽ നിന്ന് ഉയർന്നു വരുന്നവർക്ക് വളരെ കുറവാണ്. 1-2 പടത്തിനകത്ത് ചിലപ്പോൾ ഹിറ്റ് ആവുന്നിടം വരെയൊക്കെ നിലനിൽക്കും. അതിനുശേഷം അവരുടെ അവസരം പോകും. അപ്പോൾ ഇതൊരു കൈമണിയുടെ ഇടപാടാണ്. ഇപ്പം മാർക്കറ്റുള്ള ആൾക്കാരെ മടിയടിച്ച് കൂടെ നിൽക്കുക, അങ്ങനെ റോഡുകൾ അല്ലെങ്കിൽ പിടിച്ചെടുക്കുക. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് അല്ലേ, ആഹാരത്തിന് വേണ്ടി എല്ലാവരും ജീവിക്കുന്നത്. അപ്പം അവരെങ്ങനെ പോകും? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചൂഷണത്തിന് വിധേയമാകുന്നവർ ശബ്ദം ഉയർത്തി മുന്നോട്ട് വരണം. അല്ലെങ്കിൽ എനിക്ക് ഈ തൊഴിൽ വേണ്ട എന്ന് പറയാനുള്ള അവകാശം ഈ നാട്ടിലുണ്ട്. അവരങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ ഈ ഷൈൻ പറഞ്ഞ പോലെ കരണത്തടിച്ചേക്കണം. അങ്ങനെ തെറ്റുണ്ടായി കഴിഞ്ഞാൽ അന്നേരം കൊടുക്കണം പണി. ഇതൊന്നും ചെയ്യാതെ എല്ലാം അഭിനയിച്ച്
എല്ലാ സുഖസൗകര്യങ്ങളെല്ലാം വന്ന് ഇത് അവസരങ്ങൾ കുറയുമ്പം ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ പലരും ഉയർത്തുന്നു എന്നുള്ളതാണ് എനിക്കിത് തോന്നുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ മേഖലയിൽ തന്നെ അല്ല, ഒരു മേഖലയിലും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ പറഞ്ഞാലും സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെ തന്നെയാണ് ലോകം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.